ടാലിയിൽ നമുക്ക് ട്രേഡ് ഡിസ്കൗണ്ട് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നത് നോക്കാം. നോർമലി നമ്മൾ ടാലി ഓപ്പൺ ചെയ്തിട്ട് ഫസ്റ്റ് ചെയ്യേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ സെക്യൂരിറ്റി കൺട്രോൾ കമ്പനി ഫീച്ചേഴ്സ് എന്നുള്ള ഓപ്ഷൻ എടുത്തിട്ട് സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷൻ എന്നുള്ള ഓപ്ഷനിൽ പോയിട്ട് വാറ്റ് എനേബിൾ ചെയ്യണം. വാറ്റ് എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ നോർമൽ രീതിയിലൊരു ടാലിയിലൊരു ബില്ല് അടിക്കുമ്പോൾ അക്കൗണ്ടിങ് വൗച്ചറിൽ വന്ന് സെയിൽസ് അടിച്ചു, പാർട്ടി ഏതാണെന്ന് വെച്ചാൽ പാർട്ടി സെലക്ട് ചെയ്തു, ഡീറ്റെയിൽസ് കൊടുത്ത് സെയിൽസ് ലെഡ്ജർ സെലക്ട് ചെയ്യുന്നു, ഐറ്റം അടിക്കുന്നു, ക്വാണ്ടിറ്റി എത്രയാണ് വേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ക്വാണ്ടിറ്റി അടിക്കുന്നു, റൈറ്റ് എമൗണ്ട്. ഓക്കെ, ഇപ്പോൾ ഇവിടെ ഡിസ്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ നിങ്ങൾക്ക് കാണാനായിട്ട് സാധിക്കും. ഡിസ്കൗണ്ട് എന്നുള്ളൊരു ഓപ്ഷൻ വന്നിരിക്കുന്നുണ്ട്. ഇവിടെ പേഴ്സൻറ്റേജ് ആണ് കൊടുക്കേണ്ടത്. പേഴ്സൻറ്റേജ് കൊടുത്തു. അപ്പോൾ ഓട്ടോമാറ്റിക്കലി ഈ ഐറ്റത്തിൻ്റെ എമൗണ്ടിൻ്റെ 2% ആണ് ഇവിടെ ഡിസ്കൗണ്ട് ആയിട്ട് കൊടുക്കാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ആ ഡിസ്കൗണ്ട് എമൗണ്ട് വരുന്നു, അടിക്കുന്നു, അടുത്ത ഐറ്റം സെലക്ട് ചെയ്യുന്നു, ക്വാണ്ടിറ്റി റൈറ്റ് എമൗണ്ട് അടിക്കുന്നു, പേഴ്സൻറ്റേജ് ഓഫ് ഡിസ്കൗണ്ട് കൊടുക്കുന്നു, എൻ്റർ അടിക്കുന്നു. ഈ ഡിസ്കൗണ്ട് നമ്മൾ എല്ലാ ഐറ്റവും അടിച്ചതിന് ശേഷം നമ്മൾ ടാക്സ് സെലക്ട് ചെയ്യുന്നു, ടാക്സ് അടിക്കുന്നു. ട്രേഡ് ഡിസ്കൗണ്ട് എന്നുള്ള ലെഡ്ജർ നമ്മൾ ഓൾറെഡി ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. ആ ലെഡ്ജർ നമ്മൾ സെലക്ട് ചെയ്യുന്നു. ഓട്ടോമാറ്റിക്കലി ആ ട്രേഡ് ഡിസ്കൗണ്ടിൻ്റെ ടോട്ടൽ ഓഫ് ഓൾ ഐറ്റംസ് ഓട്ടോമാറ്റിക്കലി ഇവിടെ ഫില്ലായിരിക്കുന്നത് കാണാം. മൈനസ് ഇട്ട് ഓട്ടോമാറ്റിക്കലി മൈനസ് സിമ്പിൾ ഓട്ടോമാറ്റിക്കലി വരും. ഇതടിക്കുക, സേവ് ചെയ്യുക. ഇതിനാണ് നമ്മൾ ട്രേഡ് ഡിസ്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ ചെയ്യുന്നത്. ഇത് എങ്ങനെയാണ് എനേബിൾ ചെയ്യുന്നതെന്ന് നോക്കാം. ആദ്യമായി നമ്മൾ ചെയ്യേണ്ടത് ഈ പറഞ്ഞ പോലെ F11 പോയി സ്റ്റാറ്റ്യൂട്ടറി ആൻഡ് ടാക്സേഷനിൽ പോയിട്ട് നമ്മൾ വാറ്റ് എനേബിൾ ചെയ്യുന്നു. വാറ്റ് എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ ഗേറ്റ് വേ ഓഫ് ടാലിയിൽ വന്നിട്ട് അക്കൗണ്ടിങ് വൗച്ചർ എടുക്കുക, സെയിൽസ് എന്നുള്ള F8 ബട്ടൺ പ്രസ് ചെയ്തിട്ട് സെയിൽസ് സ്ക്രീൻ എടുത്ത് വയ്ക്കും. അതിനുശേഷം നമ്മൾ F12 പ്രസ് ചെയ്തിട്ട് കോൺഫിഗറേഷൻ മെനു പ്രസ് ചെയ്തിട്ട് അതിനകത്ത് ഏറ്റവും അവസാനത്തെ ഓപ്ഷൻ കാണാം, ആക്റ്റീവ് ക്യാഷ് ഓർ ട്രേഡ് ഡിസ്കൗണ്ട് എന്നുള്ള ഓപ്ഷൻ കാണാനായിട്ട് സാധിക്കും. ആ ഓപ്ഷൻ യെസ് കൊടുക്കുക. യെസ് കൊടുക്കുമ്പോഴാണ് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ ഉള്ള ഒരു ഐറ്റം അടിച്ചു കഴിയുമ്പോഴും ഡിസ്കൗണ്ട് എന്നുള്ള കോളൻ അവിടെ കാണുന്നത്. ഈ ഓപ്ഷൻ എനേബിൾ ചെയ്താൽ മാത്രമേ നമുക്ക് കാണാൻ സാധിക്കൂ. ഓപ്ഷൻ എനേബിൾ ചെയ്തതിന് ശേഷം നമ്മൾ അടുത്തതായി ചെയ്യേണ്ടത് എന്താണെന്നാൽ നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ട്രേഡ് ഡിസ്കൗണ്ട് എന്നുള്ള ലെഡ്ജർ, ആ ലെഡ്ജർ ക്രിയേറ്റ് ചെയ്യുമ്പോൾ അതിനകത്തൊരു ഓപ്ഷൻ എനേബിൾ ചെയ്യേണ്ടതുണ്ട്. അതായത് ടൈപ്പ് ഓഫ് ലെഡ്ജർ എന്നുള്ളൊരു ഓപ്ഷൻ അതിൽ കാണാം. അതിൽ ഡിസ്കൗണ്ട് എന്നുള്ള ഓപ്ഷനാണ് സെലക്ട് ചെയ്യേണ്ടത്. നോർമലി നമ്മൾ ഇൻഡയറക്റ്റ് എക്സ്പെൻസസിൻ്റെ അണ്ടറിൽ ഒരു ലെഡ്ജർ ക്രിയേറ്റ് ചെയ്താൽ നമ്മൾ ഈ ഓപ്ഷൻ നോ കൊടുത്തിട്ടാണ് പോകാറ്, നോട്ട് ആപ്ലിക്കബിൾ. ഇതാണ് ഈ ഓപ്ഷൻ എന്തിനാണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ട്രേഡ് ഡിസ്കൗണ്ടിന് വേണ്ടിയിട്ടുള്ളതാണ്. ഈ ഡിസ്കൗണ്ട് എന്ന് പറഞ്ഞ ഓപ്ഷനാണ് നമ്മൾ സെലക്ട് ചെയ്യേണ്ടത്. എന്നാൽ മാത്രമേ ഈ അടിച്ചു വെച്ചിട്ടുള്ള എല്ലാ ഐറ്റത്തിൻ്റെയും ഡിസ്കൗണ്ടിൻ്റെ ടോട്ടൽ എമൗണ്ട് ആ ട്രേഡ് ഡിസ്കൗണ്ട് എന്നുള്ള ലെഡ്ജറിലേക്ക് ഓട്ടോ ഫിൽ ആവുകയുള്ളൂ. ഓക്കെ, താങ്ക് യു.